ബീഫ് മസാല ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ്. ആദ്യം ഉപ്പിടുക. ഇത് ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ ഉപ്പും മഞ്ഞളും തേച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ കുറഞ്ഞ ഉള്ളിയും സാധനങ്ങളും ഇട്ടുണ്ട്. അതിലേക്കുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഒരു 100 ഗ്രാം വെളുത്തുള്ളി, കരിവേപ്പില, 200 ഗ്രാം ചീരുള്ളി, 200 ഗ്രാം ഇഞ്ചി, 1.5 സ്പൂണ് ഉലുവ, വലിയ ജീരകം, ചെറിയ ജീരകം. ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി കുഴച്ച് വേവിക്കുക. ഇത് കുക്കറിൽ വിട്ട് നല്ലോണം വേവിച്ചതാണ്. ഇനി അത് വെള്ളം ഒലരാം. നല്ലോണം വെള്ളം വറ്റിക്കണം. നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കറുമസാലപ്പൊടി, ഒരു നുള്ള് ചെറിയ ജീരകപ്പൊടി. ഇതിൽ പച്ചമുളക് നമ്മൾ തീരെ ചേർത്തിട്ടില്ല. ഇതിങ്ങനെ വഴറ്റി വെച്ചാൽ പാൻ കേക്ക് ഉണ്ടാക്കുക, അതുപോലെ ഫ്രൈ ചെയ്യുക, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മസാലകളൊന്നും ചേർത്തിട്ടില്ല. കൊത്തമ്പാരിപ്പൊടി, മുളകും പൊടി ഒന്നും ചേർത്തിട്ടില്ല. പച്ചമുളക്, വലിയുള്ളിയൊക്കെ വേണമെങ്കിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിൽ ഒഴിച്ച് വാട്ടുക. എന്നിട്ട് കുറച്ച് ഇറച്ചിയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ലാസ്റ്റ് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മല്ലിൻ്റെ ഇല, പച്ചമുളകൊക്കെ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഉലർത്തി ഇങ്ങനെ നല്ലോണം ഉലർന്നതിന് ശേഷം ആറിയതിന് ചൂടാറി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മളെ ഇറച്ചി നല്ലോണം വെള്ളം വറ്റി കഴിഞ്ഞു. രസം കരിയേപ്പിൻ്റെ ഇല ഇട്ടതാണ്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പി വെക്കാം. ഈ ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലെങ്കിൽ കുറേശ്ശെ എടുത്ത് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അതിലിട്ട് കാണ്ടോ അല്ലെങ്കിൽ പൊരിച്ച് കാണ്ടോ ഫ്രൈ ആക്കിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് പറയുക. താങ്ക്സ്.